നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണീർ വാർത്ത് പായസിനിപ്പുഴയിൽ 2 പേർ മുങ്ങി മരിച്ചു. കറൻസി പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് ഹർത്താൽ. LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം. ശാരീരിക മാനസിക രോഗം അകറ്റുന്നതിനായുള്ള പദ്ധതിക്ക് തുടക്കം. പദ്ധതി നടപ്പിലാക്കുന്നത് ഭാരതീയ ചികിത്സാ വകുപ്പ്. ഹർത്താലിനിടെ വേറിട്ട പ്രതിഷേധവുമായി യുവമോർച്ചയുടെ നേതൃത്വത്തിൽ യാത്രക്കാർക്ക് മധുരപലഹാര വിതരണം. ചെർക്കളയിലെ സദാചാര പോലീസ് ചമഞ്ഞുള്ള അക്രമം. പ്രതികളിൽ ഒരാൾ അറസ്റ്റിലായത് ചെങ്കളയിലെ അബ്ദുൾ ലത്തീഫ്. ഹൊസ്ദുർ ഉപജില്ല സ്കൂൾ കലോത്സവത്തിന് ഗംഭീര തുടക്കം. കലോത്സവത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് കാഞ്ഞങ്ങാട് സൗത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. തറക്കല്ലിലൊതുങ്ങി കാസർഗോഡ് മെഡിക്കൽ കോളേജ്. പ്രതിഷേധ കൂട്ടായ്മയുമായി ആക്ഷൻ കമ്മിറ്റി. വാർത്തകൾ വിശദമായി. പയസുനി പുഴയിൽ 2 യുവാക്കൾ മുങ്ങി മരിച്ചു. പുഴയിൽ കുളിക്കാനിറങ്ങിയ 4 പേരിൽ 2 പേർ രക്ഷപ്പെട്ടു. കൂട്ടുകാരുമൊത്ത് കുളിക്കാനിറങ്ങിയതായിരുന്നു മരിച്ച 2 പേരും. കിണിങ്ങാർ മൗവൽ സ്വദേശികളായ അബ്ദുൾ അസീസും ഹാഷിഫുമാണ് പയസുനി പുഴയിൽ മുങ്ങി മരിച്ചത്. ഒഴുക്കിലും ചുഴിയിലും പെട്ടാണ് ഇരുവരും മരണമടഞ്ഞത്. കൂട്ടുകാരായ 2 പേർ നീന്തി രക്ഷപ്പെട്ടു. ഹർത്താൽ ദിനമായതുകൊണ്ടാണ് 19ഉം 17ഉം വയസ്സുള്ള അസീസും ഹാഷിമും കൂട്ടുകാർക്കൊപ്പം പയസുനി പുഴയിൽ കുളിക്കാനിറങ്ങിയത്. ഫയർഫോഴ്സും പോലീസും ഉടൻ സംഭവസ്ഥലത്തെത്തി. ജനറൽ ആശുപത്രിയിൽ എത്തിച്ച മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അവരവരുടെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകും. LDF പ്രഖ്യാപിച്ച ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം. നോട്ട് പിൻവലിച്ചതിലൂടെ ദുരിതത്തിലായ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് ഇടതുമുന്നണി ഹർത്താൽ ആചരിക്കുന്നത്. വേണ്ടത്ര ഒരുക്കങ്ങളില്ലാതെ 500, 1000 എന്നീ നോട്ടുകൾ പിൻവലിച്ച കേന്ദ്ര സർക്കാർ നടപടിയെ തുടർന്നാണ് ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് LDFന്റെ നേതൃത്വത്തിൽ ഹർത്താൽ ആചരിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ 6 മണിക്ക് ആരംഭിച്ച ഹർത്താലിന് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ലഭിച്ചു. പാൽ, പത്രം, ആശുപത്രി, വിവാഹം, ശബരിമല യാത്ര, ബാങ്ക് എന്നിവയെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. ദൂരദിക്കുകളിലേക്ക് അത്യാവശ്യ കാര്യങ്ങൾക്കായി പോകേണ്ടുന്നവർ ഹർത്താൽ നിമിത്തം ദുരിതത്തിലായി. നോട്ട് അസാധുവാക്കിയ കേന്ദ്ര സർക്കാർ നയം പുനഃപരിശോധിക്കണമെന്ന ആവശ്യവുമായി നടത്തിയ ഹർത്താൽ ജില്ലയിലാകെ ഒരു ബന്ദിന്റെ പ്രതീതിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വ്യാപാര സ്ഥാപനങ്ങൾ, ഗവൺമെന്റ് ഓഫീസുകൾ, മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ തുടങ്ങിയവ ഒന്നും തന്നെ തുറന്നു പ്രവർത്തിക്കുന്നില്ല. നഗരത്തിൽ ഇരുചക്രവാഹനങ്ങൾ ഒഴികെ മറ്റൊന്നും സർവീസ് നടത്തുന്നില്ല. ബൈക്കിൽ എസ്കോർട്ട് വന്നു സാർ. ഇവർക്ക് ഈ വണ്ടി കൊണ്ട് അവരെ വിളിച്ചു പോയ നോട്ട് അസാധുവാക്കിയതിലൂടെ ജനങ്ങൾക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് LDF നടത്തുന്ന ഹർത്താലിനെ പിന്തുണ പ്രഖ്യാപിച്ച് നഗരത്തിൽ പ്രകടനം നടത്തി. LDFന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. രാജിവെച്ച് പുറത്തു പോകൂ. നഗരത്തിൽ ഹർത്താൽ അനുകൂലികൾ നടത്തിയ പ്രകടനത്തിന് ശേഷം നടന്ന യോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. കള്ളപ്പണക്കാരെ നേരിടാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഗവൺമെൻറ് ഈ പണം പിൻവലിക്കേണ്ട ആവശ്യം? അഥവാ പണം പിൻവലിക്കുന്നുണ്ടെങ്കിൽ പകരം സംവിധാനം ഉണ്ടാക്കണ്ടേ? 1000ഉം 500ഉം നോട്ടുകൾ എന്ന് പറയുന്ന 86% വരും നമ്മുടെ ടോട്ടൽ കറൻസിയുടെ. 86% നോട്ടുകൾ ഇൻവാലിഡ് ആക്കുമ്പോൾ പകരം ഏതെങ്കിലും ഒരു സംവിധാനം വേണ്ടേ രാജ്യത്ത്? ഏതാനും ദിവസം കഴിഞ്ഞ് പറഞ്ഞു 2000 നോട്ട് വരുന്നുണ്ട്, പിന്നെ പറഞ്ഞു 500 നോട്ട് വരുന്നുണ്ട്. 500 നോട്ട് വന്നപ്പോഴാണ് പറഞ്ഞത് അതിന് നമ്പറുകളെല്ലാം തെറ്റ്. അതൊന്നും ഇപ്പോൾ ഒരു പ്രശ്നമല്ലാതായിട്ടുണ്ട്. 2000 നോട്ട് ഇറങ്ങി, 2-ാം ദിവസം പറഞ്ഞു കോടിക്കണക്കിന് രൂപയുടെ കള്ളനോട്ട് ഇറങ്ങി 2000-ൻ്റെ. എങ്ങനെയാണ് കള്ളപ്പണം തടയാൻ കഴിയുക? ഇനി കള്ളപ്പണത്തിൻ്റെ മറവിലാണ് ചെയ്തതെങ്കിൽ ഈ വിവരം എങ്ങനെ അംബാനിക്കും അദാനിക്കും നേരത്തെ കിട്ടി? CPI നേതാവ് BV രാജൻ അധ്യക്ഷത വഹിച്ചു. കറൻസി പിൻവലിച്ച കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ നടക്കുന്ന ഹർത്താൽ ജില്ലയിൽ പൂർണ്ണമാണ്.
യോഗത്തിൽ ഇടതുപക്ഷ മുന്നണിയുടെ പ്രമുഖ നേതാക്കൾ പ്രസംഗിച്ചു. LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ മഞ്ചേശ്വരത്തും പരിസര പ്രദേശങ്ങളിലും പൂർണ്ണം. മഞ്ചേശ്വരത്ത് സർവീസ് നടത്തുകയായിരുന്ന ബസ്സിനെ തടഞ്ഞ ഹർത്താൽ അനുകൂലികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. നോട്ട് നിരോധനത്തിലൂടെ ജനജീവിതം ദുസ്സഹമാക്കിയ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ ഇടതുമുന്നണി ആഹ്വാനം ചെയ്ത ഹർത്താൽ മഞ്ചേശ്വരം, കുഞ്ചത്തൂർ, ഉദ്യാവാര, ഉപ്പള എന്നിവിടങ്ങളിൽ പൂർണ്ണം. ഹർത്താൽ അനുകൂലികൾ രാവിലെ തന്നെ മിക്ക സ്ഥലങ്ങളിലും പ്രകടനം നടത്തി. മംഗലാപുരത്ത് നിന്നും നിറയെ യാത്രക്കാരുമായി മഞ്ചേശ്വരത്തേക്ക് സർവീസ് നടത്തുന്ന ബസ് ഹർത്താൽ അനുകൂലികൾ തടഞ്ഞു. മഞ്ചേശ്വരം പോലീസ് എത്തി ഇവരെ അറസ്റ്റ് ചെയ്തു. ദയാകർ മാല, ഉമേഷ് പാദവ്, അഷ്റഫ് കുഞ്ചത്തൂർ, മോനു കുച്ചിക്കാട്, കിരൺ മാട, ശീതൽ മാട തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹർത്താൽ ആര് നടത്തിയാലും അത് തിരസ്കരിക്കുന്ന കുഞ്ചത്തൂരിൽ ഇത് ആദ്യമായാണ് കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുന്നത്. ആശുപത്രി, പാൽ, പത്രം, വിവാഹം എന്നിവയെ ഹർത്താൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. മഞ്ചേശ്വരത്ത് ഇരുചക്ര വാഹനമൊഴികെ മറ്റ് വാഹനങ്ങളൊന്നും ഓടുന്നില്ല. LDF ഹർത്താലിനിടെ ഭാരതീയ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ലഡു വിതരണം ചെയ്തു. ഭാരതീയ യുവമോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ലഡു വിതരണം ചെയ്തത്. ഇടതുമുന്നണി ഹർത്താൽ ദിനത്തിലെ കൗതുകകരമായ കാഴ്ചയാണിത്. ആഘോഷ പരിപാടികളൊന്നുമല്ല. നോട്ട് അസാധുവാക്കിയതിൽ പ്രതിഷേധിച്ചുള്ള ഹർത്താലിനെതിരായ യുവമോർച്ച പ്രതിഷേധമാണ് ലഡു വിതരണം ചെയ്തുകൊണ്ട് അറിയിച്ചത്. ഒരു ഭാഗത്ത് ഹർത്താൽ അനുകൂലികൾ പ്രകടനം നടത്തിയപ്പോൾ കാസർഗോഡ് കറന്തക്കാട് ദേശീയപാതയോരത്തെ BJP ഓഫീസിന് സമീപം വാഹനത്തിലെത്തിയവർക്ക് ലഡു വിതരണം ചെയ്യുകയായിരുന്നു യുവമോർച്ച പ്രവർത്തകർ. ഹർത്താലിനെ അവഗണിച്ച് നിരത്തിലിറങ്ങിയവർക്കാണ് പ്രവർത്തകർ ലഡു വിതരണം ചെയ്തത്. കള്ളപ്പണക്കാരെയും അഴിമതിയെയും രാജ്യത്ത് നിന്ന് പൂർണ്ണമായും തൂത്തെറിയാൻ വേണ്ടി പ്രധാനമന്ത്രി ശ്രമിക്കുമ്പോൾ കേരളത്തിലെ അഴിമതിക്കാരെയും കള്ളപ്പണക്കാരെയും സംരക്ഷിക്കുന്ന CPMൻ്റെ ഈ നിലപാടിൽ ജനങ്ങൾ അസംതൃപ്തരാണ്. ഇന്ന് CPM നടത്തിയിട്ടുള്ള ഈ ഹർത്താൽ പരിപൂർണമായും പരാജയമാണ് എന്നാണ് നമുക്ക് ഈ നഗരത്തിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ നഗരത്തിൽ ഇന്ന് വാഹനം ഓടിക്കാൻ വേണ്ടി ധൈര്യം കാണിച്ചവരെ മധുരം കൊടുത്തുകൊണ്ടാണ് യുവമോർച്ചയും അതുപോലെ ഈ പ്രദേശത്തെ ജനങ്ങളും ഒക്കെ സ്വീകരിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധീരമായ നടപടികളിലൊന്നാണ് നോട്ട് അസാധുവാക്കിയതെന്ന് അറിയിച്ച് വാഹനയാത്രക്കാരുടെ സമീപത്തെത്തിയായിരുന്നു ലഡു വിതരണം. BJP സംസ്ഥാന സമിതി അംഗം രവീശ തന്ത്രി കുണ്ടാർ ലഡു വിതരണം ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദിയുടെ തീരുമാനം കള്ളപ്പണത്തിൻ്റെ വിരുദ്ധമാണ്. ആ കള്ളപ്പണം പരിപൂർണമായിട്ട് സ്വാധീനിക്കാനുള്ള ഈ വ്യവസ്ഥയിൽ മുമ്പോട്ട് പോകുമ്പോൾ ഇന്ന് CPM കേരള രാജ്യത്തിൽ മൊത്തമായിട്ട് ഹർത്താൽ നടത്തിക്കൊണ്ട് ജനജീവിതത്തെ തകർക്കുകയാണ്. ആ സമയത്തിൽ ഇവിടുത്തെ ജനസാമാന്യന് ഉപയോഗപ്പെടുന്ന നിലയിൽ നരേന്ദ്രമോദിജി എടുത്ത തീരുമാനത്തിനെ അനുകൂലിച്ചിട്ട് ഞങ്ങൾ ആ ജനസമൂഹത്തിന് മധുരം നൽകുന്ന പരിപാടിയുടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആയുഷ് വകുപ്പിന്റെ ആയുഷ്യം കൗമാരഭൃത്യം പദ്ധതികളുടെ ജില്ലാതല ഉദ്ഘാടനം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ നടന്നു. ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ജീവിതശൈലി രോഗങ്ങളും കുട്ടികളുടെ ശാരീരിക മാനസിക രോഗങ്ങളും അകറ്റുന്നതിന് വേണ്ടിയാണ് ആയുഷ്യം കൗമാരഭൃത്യം ചികിത്സാ പദ്ധതി നടപ്പിലാക്കുന്നത്. ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ നടന്ന പരിപാടി NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. ഈ ആയുഷ്യം പദ്ധതി നമ്മുടെ ഈ ആശുപത്രിയിലേക്ക് ലഭിച്ചു എന്നത് നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷം പകരുന്നു. നേരത്തെ അതാണ് പറഞ്ഞത്, ഈ ആശുപത്രിയെ ആശ്രയിക്കുന്നത് ഈ നഗരത്തിലെയും പ്രാന്തപ്രദേശങ്ങളിലെയും സാധാരണക്കാരായ ആളുകളാണ് എന്ന് നല്ലപോലെ അറിയാവുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീമ മുജീബ് അധ്യക്ഷത വഹിച്ചു. DMO ഡോക്ടർ AV സുരേഷ്, ഡോക്ടർ മധുസൂദനൻ നമ്പൂതിരി, ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VC സുഷമ, ഡോക്ടർ MV പൂർണിമ, ഡോക്ടർ TS അജയകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. സദാചാര പോലീസ് ചമഞ്ഞ് അധ്യാപക വിദ്യാർത്ഥിയെ ആക്രമിച്ച കേസിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു ചെർക്കളയിലെ സൈനബ് BEd കോളേജിലെ പൃഥ്വിരാജിന് മർദ്ദനമേറ്റത്. ചെർക്കള സൈനബ് BEd കോളേജിലെ 1ാം വർഷ അധ്യാപക വിദ്യാർത്ഥിയായ പൃഥ്വിരാജിനെ ജന്മദിനത്തിൽ സുഹൃത്തുക്കളോടൊപ്പം ഐസ്ക്രീം കഴിക്കുന്നതിനിടെയാണ് ചിലർ ചേർന്ന് മർദ്ദിച്ചത്. കൈഞ്ഞരമ്പ് പൊട്ടിയ പൃഥ്വിരാജിന്റെ തലയിലും ഗുരുതര പരിക്കുണ്ടായിരുന്നു. ഐസ്ക്രീം കടയിലെ CCTV ദൃശ്യം പരിശോധിച്ചതിൽ നിന്നാണ് പ്രതികളെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത്. ഈ സംഭവത്തിൽ 6ഓളം പേർക്കെതിരെ വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ ചെർക്കള കോളിത്തടത്ത് വീട്ടിലെ അബ്ദുൾ ലത്തീഫിനെയാണ് കഴിഞ്ഞ ദിവസം വിദ്യാനഗർ CI ബാബു പെരിങ്ങോത്ത് അറസ്റ്റ് ചെയ്തത്.
ഡിവൈഎഫ്ഐ കുമ്പള ബ്ലോക്ക് കമ്മിറ്റി അംഗവും സർവകലാശാല യൂണിയൻ കൗൺസിലറുമാണ് പൃഥ്വിരാജ്. പൃഥ്വിരാജിനെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ചെർക്കളയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചിരുന്നു. 57ാമത് ഹസ്ദുർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. കാഞ്ഞങ്ങാട് സൗത്ത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കലോത്സവം നടക്കുന്നത്. ഹൊസ്ദുർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് കാഞ്ഞങ്ങാട് സൗത്ത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വർണ്ണാഭമായ തുടക്കമായി. ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 3000-ലധികം വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുക്കാനെത്തുന്നത്. 344 ഇനങ്ങളിലായി 8 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. കലോത്സവം പി കരുണാകരൻ എം.പി ഉദ്ഘാടനം ചെയ്തു. പഠനത്തോടൊപ്പം തന്നെ പാഠ്യേതര വിഷയങ്ങളിൽ കുട്ടികളുടെ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനമാണ് നമ്മുടെ രാജ്യത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ സുഹൃത്തുക്കൾ, ഉദ്യോഗസ്ഥന്മാർ, ഗവൺമെൻറ്, ജനകീയ പ്രതിനിധികൾ എല്ലാവരും തന്നെ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കും. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ അധ്യക്ഷനായി. സ്കൂൾ ഹെഡ് മാസ്റ്റർ ടി ജനാർദ്ദനൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് സി പ്രഭാകരൻ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ ഉണ്ണികൃഷ്ണൻ, മുഹമ്മദ് മുറിയനാവി, DO KP പ്രകാശ് കുമാർ, ഹസൈനർ കല്ലൂരാവി, കൗൺസിലർ KV ഉഷ, സക്കീന യൂസഫ്, KV ഉഷ, KT വാസന്തി, അജയകുമാർ നെല്ലിക്കാട്ട്, V സുകുമാരൻ, M ഹസൈനർ, കോവൽ ദാമോദരൻ, K വത്സലൻ, M കുഞ്ഞമ്പാടി, വസ്തുർഗയ്യോ, KV പുഷ്പ, KC പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കലോത്സവ നഗരിയിൽ 2000-2001 വർഷത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ CCTVയും സജ്ജമാക്കിയിട്ടുണ്ട്. കാസർഗോഡ് മെഡിക്കൽ കോളേജിന് തറക്കല്ലിട്ട് 3 വർഷം പൂർത്തിയാകുന്നു. എന്നാൽ ഇതേവരെയും ആശുപത്രി കെട്ടിടത്തിന്റെ പണി തുടങ്ങാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് ആക്ഷൻ കമ്മിറ്റി തീരുമാനം. കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് തറക്കല്ലിട്ടിട്ട് നവംബർ 30-ന് 3 വർഷം പിന്നിടുകയാണ്. അക്കാദമിക് ബ്ലോക്കിന്റെ പണി തുടങ്ങിയെങ്കിലും അതേ സമയത്തു തന്നെ ടെൻഡർ ചെയ്ത ആസ്പത്രി കെട്ടിടത്തിന്റെ പണി തുടങ്ങിയില്ല. ഇതിൽ പ്രതിഷേധിച്ച് നവംബർ 30-ന് പ്രതീകാത്മക മെഡിക്കൽ കോളേജ് തീർക്കാൻ ജനകീയ സമരസമിതി യോഗം തീരുമാനിച്ചു. 68 കോടി രൂപയുടെ വലിയൊരു പദ്ധതിയാണ് ഹോസ്പിറ്റൽ ബ്ലോക്ക്. നബാർഡിൻ്റെ സഹായത്തോടു കൂടിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പക്ഷേ 1 വർഷം കഴിഞ്ഞിട്ടും അതിൻ്റെ ടെൻഡർ നടപടി പൂർത്തിയാക്കി ഇതുവരെ പണി ആരംഭിച്ചിട്ടില്ല. അതാണ് ഇപ്പോഴുള്ള ഏറ്റവും വലിയ വിഷയം. കാരണം നമ്മളൊരു മെഡിക്കൽ കോളേജ് ആരംഭിക്കണമെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ബ്ലോക്കാണ്. അതിൻ്റെ പണി ആരംഭിക്കാത്തതിൽ ദുരൂഹതയുണ്ട്. നബാർഡിന്റെ സഹായത്തോടെ 68 കോടിയുടെ ആസ്പത്രി കെട്ടിടം നിർമ്മിക്കാനാണ് ടെൻഡർ വിളിച്ചത്. എന്നാൽ സാങ്കേതികത്വം പറഞ്ഞ് പണി നീട്ടിക്കൊണ്ടുപോകുകയാണെന്ന് സമരസമിതി കുറ്റപ്പെടുത്തി. കിറ്റ്കോയ്ക്കാണ് നിർമ്മാണ ചുമതല. സാങ്കേതികത്വം തീർത്ത് ടെൻഡർ നടപടി പൂർത്തിയാക്കാൻ കിറ്റ്കോയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഉചിതമായ ചികിത്സ കിട്ടാതെ എൻഡോസൾഫാൻ രോഗികൾ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ആസ്പത്രി കെട്ടിടത്തിന്റെ പണി തുടങ്ങണമെന്നും അല്ലാത്ത പക്ഷം സമരം തുടങ്ങുമെന്നും യോഗം മുന്നറിയിപ്പ് നൽകി. സലാല KMCC സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വർണ്ണാഭരണങ്ങൾ വിതരണം ചെയ്തു. ഇതിന്റെ ഭാഗമായി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധനസഹായ വിതരണവും നടത്തി. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം സംഘടിപ്പിച്ച പരിപാടി മുൻ മന്ത്രി ചെർക്കളം അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. നമുക്കൊരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്. ചെയ്യേണ്ട പ്രവർത്തനങ്ങളൊക്കെ ആലോചിച്ച് കൂട്ടായി ആലോചിച്ച് ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മുടെ നാട് ഒരുപാട് സാമൂഹികമായ ഉന്നതിയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ചെയ്യാൻ വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി ശ്രമിക്കുക. സലാല KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ആരംഭിച്ചിരിക്കുന്ന ബൈത്തറാമ ഫ്ലാറ്റ് കോംപ്ലക്സിൻ്റെ നിർമ്മാണം നടക്കുകയാണ്. നാസർ പെരിങ്ങത്തൂർ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി MC ഖമറുദ്ദീൻ, ബഷീർ വെള്ളിക്കോത്ത്, P മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ, M അബ്ദുള്ള മുഗു, AKM അഷ്റഫ്, TD കബീർ, ഷെരീഫ് മേൽപ്പറമ്പ് തുടങ്ങിയവർ സംസാരിച്ചു. ബീവറേജ് കോർപ്പറേഷന്റെ ഹൊസ്ദുർ ഔട്ട്ലെറ്റിൽ തീപിടിച്ചതിലൂടെ നഷ്ടമായത് ലക്ഷക്കണക്കിന് രൂപയുടെ മദ്യശേഖരം. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടിക്കാൻ കാരണം. ബീവറേജസ് കോർപ്പറേഷന്റെ ഹൊസ്ദുർഗിലെ മദ്യോൽപ്പന്നശാലയിൽ വൻ തീപിടുത്തം. ലക്ഷങ്ങളുടെ മദ്യം കത്തിനശിച്ചു. ശനിയാഴ്ച പുലർച്ചെയോടെയാണ് തീപിടുത്തമുണ്ടായത്. രാവിലെ 7 മണിയോടെയാണ് കെട്ടിടത്തിനകത്ത് തീപിടിച്ച വിവരം പുറംലോകമറിഞ്ഞത്. പൊട്ടിത്തെറി ശബ്ദം കേട്ടും പുകയുയരുന്നതും കണ്ട് പരിസരവാസികൾ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു. സ്റ്റേഷൻ ഇൻചാർജ് KA മനോജ് കുമാറിന്റെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി. 10 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി കണക്കാക്കപ്പെടുന്നു. വിവരമറിഞ്ഞ് ബീവറേജസ് ജീവനക്കാരും എത്തിയതോടെ ഷട്ടർ തുറക്കുകയായിരുന്നു.
തീപിടുത്തത്തിൽ ഔട്ട്ലെറ്റിലെ മുഴുവൻ മദ്യക്കുപ്പികളും കമ്പ്യൂട്ടറുകളും കത്തിനശിച്ചു. സമീപത്തെ ഗോഡൌണിലേക്ക് തീ പടരാത്തതിനാൽ കൂടുതൽ നഷ്ടം ഒഴിവാക്കാനായി ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് ഫയർഫോഴ്സ് അധികൃതർ അറിയിച്ചു. ദിനംപ്രതി 15 ലക്ഷത്തോളം രൂപയുടെ വിറ്റുവരവുള്ള ഔട്ട്ലെറ്റിലാണ് തീപിടുത്തമുണ്ടായത്. സംഭവത്തിൽ ഹൊസ്ദുർഗ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ചെമ്പരിക്ക ഖാസി CM അബ്ദുള്ള മൗലവിയുടെ ദുരൂഹ മരണം CBI അന്വേഷണം അവസാനിപ്പിച്ചതായി സൂചന. ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കാനിരിക്കുകയാണ് ആക്ഷൻ കമ്മിറ്റിയും ബന്ധുക്കളും. 2010 ഫെബ്രുവരി 15-നാണ് ചെമ്പരിക്ക ഖാസി CM അബ്ദുള്ള മൗലവിയെ കീഴൂർ കടപ്പുറത്ത് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ലോക്കൽ പോലീസാണ് കേസ് ആദ്യം അന്വേഷിച്ചത്. മരണത്തിൽ ദുരൂഹത ഇല്ലെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഖാസിയുടെ ബന്ധുക്കൾ കോടതിയെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് കോടതി നിർദ്ദേശപ്രകാരമാണ് CBIയെ കൊണ്ട് അന്വേഷിക്കാൻ ഉത്തരവിട്ടത്. എന്നാൽ ആദ്യം അന്വേഷിച്ച CBI സംഘവും മരണത്തിൽ ദുരൂഹതയില്ലെന്ന റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഖാസിയുടെ ബന്ധുക്കളും ആക്ഷൻ കമ്മിറ്റിയും ഹൈക്കോടതിയെ സമീപിക്കുകയും പുതിയൊരു സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിക്കുകയുമായിരുന്നു. എന്നാൽ ഈ സംഘം അന്വേഷണം മതിയാക്കി തിരിച്ചുപോയിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീണ്ടും പ്രക്ഷോഭം ആരംഭിക്കാനിരിക്കുന്നത്. മുമ്പ് നടത്തിയതുപോലെ ഒപ്പുമരച്ചോട്ടിൽ അനിശ്ചിതകാല സമരം എന്നത് ഒഴിവാക്കി കൂടുതൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കാനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക് KCN. സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി നിരക്കിലുള്ള അരി വിതരണം മുടങ്ങി. ഇതോടെ പൊതുവിപണിയിൽ അരിവില കുത്തനെ ഉയരുകയാണ്. APL BPL വ്യത്യാസമില്ലാതെ ഒരു റേഷൻ കാർഡിൽ 5 കിലോ വീതം മട്ടയരിയും പച്ചയരിയുമാണ് സബ്സിഡി നിരക്കിൽ നൽകിയിരുന്നത്. 1 കിലോ മട്ടയരിക്ക് 24 രൂപയും പച്ചയരിക്ക് 22 രൂപയുമാണ് വില. എന്നാൽ 2 ആഴ്ചയോളമായി ഇവയുടെ വിതരണം നിലച്ചിരിക്കുകയാണ്. അതേസമയം സബ്സിഡി ഇല്ലാത്ത അരി യഥേഷ്ടം നൽകുന്നുമുണ്ട്. സബ്സിഡി നിരക്കിനേക്കാൾ കിലോയ്ക്ക് 5 രൂപയിലേറെയാണ് ഇതിന്റെ വില. ഭക്ഷ്യസുരക്ഷാ പദ്ധതി നടപ്പിലാക്കാത്തതിനെ തുടർന്ന് റേഷൻ കടകളിൽ നിന്നുള്ള അരി വിതരണം ഇല്ലാതായതിന് പിന്നാലെയാണ് സപ്ലൈകോയുടെ ഇരുട്ടടി. ഗ്രാമപ്രദേശങ്ങളിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്കാണ് ഇത് തിരിച്ചടിയായത്. വെള്ളയരിക്കാണ് പൊതുവിപണിയിൽ ഏറ്റവും വില ഉയർന്നത്. നേരത്തെ 23 രൂപ ഉണ്ടായിരുന്ന ഇതിന് 28 രൂപയാണ് വർദ്ധിച്ചത്. പച്ചരിയുടെ വില കിലോയ്ക്ക് 3 രൂപ വർദ്ധിച്ച് 26 രൂപയായി. മറ്റ് അരിക്കും സമാനമായ വർധനയുണ്ട്. ഭക്ഷ്യസുരക്ഷാ പദ്ധതി നടപ്പിലാക്കാത്തതിനാൽ റേഷൻ കടകളിൽ അരി വിതരണം മുടങ്ങിയതാണ് വില വർദ്ധിക്കാനുള്ള പ്രധാന കാരണം. അതേസമയം പർച്ചേസ് ഓർഡർ തയ്യാറായിട്ടുണ്ടെന്നും അരി വിതരണം ഒരാഴ്ചക്കകം തുടങ്ങുമെന്നും സപ്ലൈകോ അധികൃതർ പറഞ്ഞു. ആരോഗ്യ താരകം ജില്ലാതല മത്സരം കാഞ്ഞങ്ങാട് നടന്നു. ആരോഗ്യ വകുപ്പും ആരോഗ്യ കേരളവും സംയുക്തമായാണ് ക്വിസ് മത്സരം സംഘടിപ്പിച്ചത്. ആരോഗ്യവകുപ്പും ആരോഗ്യ കേരളവും സംയുക്തമായി വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ ജില്ലാതല ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ നടന്ന ജില്ലാതല ക്വിസ് മത്സരത്തിൽ ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ജില്ലാതല ക്വിസ് മത്സരം നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. DMO ഡോക്ടർ AP ദിനേഷ് കുമാർ അധ്യക്ഷനായി. ജില്ലാ RCH ഓഫീസർ ഡോക്ടർ മുരളീധരൻ നെല്ലൂരായ പദ്ധതി വിശദീകരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP ജാഫർ, H റംഷീദ്, KP പ്രകാശ് കുമാർ, ഡോക്ടർ MC വിമൽരാജ്, ഡോക്ടർ AV രാംദാസ്, N രാജീവൻ, ജില്ലാ മാസ് മീഡിയ ഓഫീസർ വിൻസെന്റ് ജോൺ, കമൽ K ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. കിനാനൂർ കരിന്തളം പഞ്ചായത്തിന്റെ ചില ഭാഗങ്ങളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായി. കാർഷിക വിളകൾക്കാണ് നാശനഷ്ടം. നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽ കൃഷിനാശം കൂടി സംഭവിച്ചതോടെ കർഷകർ വിഷമത്തിലായി. കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ കൊണ്ടോട്ടി, കയനി, പുലിയന്നൂർ, അണ്ടോൾ, കീഴ്ക്കാനം, ഓമച്ചേരി എന്നീ സ്ഥലങ്ങളിലാണ് കാട്ടുപന്നികളുടെ ശല്യം കൂടുതൽ അനുഭവപ്പെടുന്നത്. രാത്രികാലങ്ങളിൽ പലപ്പോഴും നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നികൾ കാർഷിക വിളവുകൾ നശിപ്പിക്കുന്നു. കൃഷി മാത്രമല്ല, സ്വന്തം ജീവൻ പോലും അപകടത്തിലാകുമെന്ന അവസ്ഥയിൽ നാട്ടുകാർ ഭീതിയോടെയാണ് രാത്രി കഴിച്ചുകൂട്ടുന്നത്. രവീന്ദ്രൻ എന്ന കർഷകന് കഴിഞ്ഞ വർഷം നല്ല വിളവ് ലഭിച്ചിരുന്നു. തൻ്റെ 50 സെന്റ് സ്ഥലത്ത് ചേമ്പ്, മധുരക്കിഴങ്ങ്, കപ്പ, മഞ്ഞൾ എന്നിവയായിരുന്നു പ്രധാന കൃഷി. എന്നാൽ ഇത്തവണ കൃഷിയിടത്തിൽ കാട്ടുപന്നികളിറങ്ങി കൃഷി നശിപ്പിച്ചു. മറ്റു കൃഷിക്കാർക്കും ഇതേ അനുഭവമാണ്. ഇവരെല്ലാം കൂടി ഫോറസ്റ്റ് ഓഫീസിൽ പരാതി നൽകി കാത്തിരിക്കുകയാണ്. നോട്ട് പിൻവലിച്ചതിനെ തുടർന്നുള്ള സാമ്പത്തിക പ്രതിസന്ധിയോടൊപ്പം കൃഷി നാശം കൂടി സംഭവിച്ചതോടെ അക്ഷരാർത്ഥത്തിൽ നാട്ടുകാർ നട്ടം തിരിയുകയാണ്. കൃഷിഭവൻ മുഖേന നഷ്ടപരിഹാരം നൽകണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. സന്ധ്യ കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ നാട്ടുകാർ ഭയപ്പെടുന്നു. ഇവിടുത്തെ ചിലർ കാട്ടുപന്നികളുടെ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട്. ഫോറസ്റ്റ് അധികൃതരുടെ കനിവും ഇവർ കാത്തിരിക്കുന്നു. കാട്ടുപന്നികളുടെ ശല്യം ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണീർ വാർത്ത് പായസിനി പുഴയിൽ 2 പേർ മുങ്ങി മരിച്ചു. കറൻസി പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് ഹർത്താൽ. LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം. ശാരീരിക മാനസിക രോഗം അകറ്റുന്നതിനായുള്ള പദ്ധതിക്ക് തുടക്കം. പദ്ധതി നടപ്പിലാക്കുന്നത് ഭാരതീയ ചികിത്സാ വകുപ്പ്.
ഹർത്താലിനിടെ വേറിട്ട പ്രതിഷേധവുമായി യുവമോർച്ചയുടെ നേതൃത്വത്തിൽ യാത്രക്കാർക്ക് മധുരപലഹാര വിതരണം. ചെർക്കളയിലെ സദാചാര പോലീസ് ചമഞ്ഞുള്ള അക്രമം, പ്രതികളിൽ ഒരാൾ അറസ്റ്റിലായത് ചെങ്കളയിലെ അബ്ദുൾ ലത്തീഫ്. ഹൊസ്ദുർഗ് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഗംഭീര തുടക്കം. കലോത്സവത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് കാഞ്ഞങ്ങാട് സൗത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. തറക്കല്ലിലൊതുങ്ങി കാസർഗോഡ് മെഡിക്കൽ കോളേജ്, പ്രതിഷേധ കൂട്ടായ്മയുമായി ആക്ഷൻ കമ്മിറ്റി. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.